പശ്ചിമേഷ്യൻ യുദ്ധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഹോർമുസ് കടലിടുക്ക് പെട്ടെന്ന് അടയ്ക്കുന്നു, കപ്പലുകളെ നിയന്ത്രിക്കുന്നു, ആക്രമിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യയുടെ ഒരു കപ്പൽ ആക്രമിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇറാനാണ് ആക്രമിക്കുന്നത്. അപ്പോൾ ഇറാൻ ഇന്ത്യയുടെ കപ്പൽ ആക്രമിക്കുമ്പോൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധത്തിനെ ബാധിക്കാനുള്ള സാധ്യതയില്ലേ? എന്താണ് ഇപ്പോഴത്തെ ആ യുദ്ധ പശ്ചാത്തലം? ഈ സത്യത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം വെടിനിർത്തലുണ്ടാകും. ആ വെടിനിർത്തൽ ഉണ്ടാകുന്നതിന് തൊട്ട് തലേ ദിവസത്തെ കോലാഹലങ്ങൾ നമ്മൾ കേട്ടതാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഇറാനെ ഞങ്ങളിതാ ഇല്ലാതാക്കാൻ പോകുന്നു എന്നൊക്കെ അമേരിക്ക ഭീഷണി മുഴക്കുന്നു. എന്തോ ഒരു വലിയ ആയുധം ഇറാനെതിരെ പ്രയോഗിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി വരുന്നു. പാകിസ്ഥാൻ എവിടെ നിന്നോ ചാടി വീഴുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ കേൾക്കുന്നത് വെടിനിർത്തൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇറാൻ 10 പരിപാടികൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ 10 പരിപാടികളും അമേരിക്ക അംഗീകരിക്കുന്നു. അങ്ങനെ അതിനുശേഷം വെടിനിർത്തൽ ഉണ്ടാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് തന്നെ പറഞ്ഞതാണ് ഈ ഇറാന്റെ ആവശ്യങ്ങൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് വെടിനിർത്തുന്നത്. അപ്പോൾ ഇറാന്റെ ആവശ്യങ്ങൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം നിലനിർത്തണം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഹോർമൂസ് കടലിടുക്ക് ഞങ്ങളുടേതാകണം എന്നതടക്കമുള്ള ഇറാന്റെ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു. അത് നമുക്ക് വിചിത്രമായി തോന്നി. പിന്നീട് അമേരിക്ക പറയുന്നു ഇല്ല, അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അതിനി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയുന്നു. പിന്നീട് വീണ്ടും രണ്ടാം ഘട്ട ചർച്ച വരുന്നു. ആദ്യഘട്ട ചർച്ച പരാജയപ്പെടുന്നു. ഇറാൻ പറയുന്നു ഞങ്ങളെക്കെതിരെ മാത്രം വെടിനിർത്തൽ പോരാ, ഇസ്രായേൽ ഞങ്ങളുടെ സഖ്യകക്ഷിയായ ലെബനനെ അടിച്ചുകൊണ്ടിരിക്കും, അത് നിർത്തണമെന്ന് പറയും. അങ്ങനെ അമേരിക്ക ഇടപെട്ട് ഇസ്രായേലും ലെബനോണും തമ്മിലുള്ള സംഘർഷത്തിൽ അയവ് വരുത്തുന്നു. അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കും. അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഏറെ സന്തുഷ്ടരായ ഇറാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നു. ഏത് കപ്പലുകൾക്കും സ്വാഗതം എന്ന് ഇറാൻ പറയും. ലോകം മുഴുവൻ സന്തോഷിക്കുന്നു. അതിന് 24 മണിക്കൂറത്തെ ആയുസ് പോലും ഉണ്ടായില്ല. ഇങ്ങനെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നപ്പോൾ മറ്റൊരു വിചിത്രമായ കാര്യം അവിടെ നടന്നത്, അമേരിക്കൻ സേനയും ഇറാൻ സൈന്യവും ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്ന മൈനുകൾ പെറുക്കി മാറ്റുന്ന കാഴ്ചയാണ്. അതായത് ഇറാൻ സൈന്യം അവിടെ കടലിടുക്ക് അടയ്ക്കാൻ വേണ്ടി അവിടെ മൈനുകൾ പാകിയിരുന്നു. തുറന്നതോടുകൂടി ആ മൈനുകൾ എടുത്തു മാറ്റുക, അതിന് അമേരിക്കൻ സേനയുടെ സഹായം ഉണ്ടാകും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 24 മണിക്കൂറിനകം തന്നെ ചിത്രം മുഴുവൻ മാറുന്നു. ഇതാ ഞങ്ങളുടെ തുറമുഖങ്ങൾ അമേരിക്ക ഇപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ കഴിയും, ഞങ്ങൾ അടയ്ക്കുക എന്ന് പറയും. അതിനുശേഷമാണ് ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുണ്ടാകും. നമുക്കറിയാം ഒരു കപ്പലുകളും ഇതുവഴി കടന്നു പോകില്ല, അഥവാ ഏതെങ്കിലും കപ്പലുകൾ വന്നാൽ ഞങ്ങൾ അതിനെ ചുട്ട് കഴിക്കും എന്ന് ഇറാൻ പറഞ്ഞിരുന്ന സമയത്ത് പോലും ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്ക് കടന്നിരുന്നു. അതിന് കാരണം നമുക്കറിയാം, ഇറാൻ ഒരു സൗഹൃദ രാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചു. ഇന്ത്യ മാത്രമല്ല ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള ഒരു കൂട്ടം രാജ്യങ്ങളെ അങ്ങനെ പ്രഖ്യാപിക്കും. അവരുടെ കപ്പലുകൾ അതും ഇറാന്റെ വളരെ ശക്തമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ അനുസരിച്ചാണ് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഓരോ കപ്പലും കടത്തിവിടുന്നതിന് ഇറാൻ വലിയ തുക ഈടാക്കിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ വെടിവയ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നലെ ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെ വെടിവയ്പുണ്ടായി. അതിലൊന്ന് ഇന്ത്യയുടെ സൂപ്പർ ടാങ്കറാണ്. ഏതാണ്ട് 2 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് വന്ന കപ്പലിന് നേരെയാണ് ഗൺ ബോട്ടുകൾ, ഇറാന്റെ ആളില്ലാത്ത ബോട്ടുകളാണ് വെടിവയ്പ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആ ഗൺ ബോട്ടുകളുടെ ആക്രമണം അത് സത്യത്തിൽ ഇറാൻ കാണിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ് എന്ന് പറയാൻ കഴിയും. ഇന്ത്യ അതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യ പ്രതിഷേധിക്കുകയും ചെയ്തല്ലോ, ഇന്ത്യയെ തൊട്ടുപോകരുത് എന്നാണ് പറയുന്നത്. അതെ, ആ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും പ്രാകൃതമായ, അത് ഈ ഒരു കാലഘട്ടത്തിൽ അത് ശരിയായ നടപടിയല്ല. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു, അവർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതിന്റെ പേരിൽ ലോകം മുഴുവനുമുള്ള വാണിജ്യ കപ്പലുകൾ, അത് പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ പോലെയുള്ള അവശ്യ വസ്തുക്കളെ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വത്തിന് നിൽക്കുന്ന കാര്യമല്ല. അതിനെ ശക്തമായി ഇന്ത്യ നേരത്തെയും എതിർത്തിരുന്നു. ഇപ്പോൾ വെടിവയ്പ് ഉണ്ടായതോടുകൂടി ഇന്ത്യയിലെ ഇറാന്റെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തിയാണ് ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി എന്നുള്ളതാണ്. ഇറാനും ഇന്ത്യയും തമ്മിൽ തന്ത്രപരമായ ഒരു ബന്ധമാണുള്ളത്. ഒരു രാജ്യത്തെയും ഇന്ത്യക്ക് ഇപ്പോൾ അങ്ങനെ അവഗണിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് മാത്രമല്ല ഒരു രാജ്യത്തിനും അവഗണിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്ത്രപരമായ ഒരു ബന്ധമാണ് ഇറാനുമായിട്ടുള്ളത്. ഇപ്പോൾ വലിയ കനത്ത നാശനഷ്ടമാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ യുദ്ധത്തിനിടയിലും ഇന്ത്യയിൽ നിന്ന് മരുന്നുകളുമായി വിമാനങ്ങൾ ഇറാനിലേക്ക് പറന്നിരുന്നു. അപ്പോൾ മനുഷ്യത്വപരമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ.
മാത്രമല്ല ഈ ഇറാന്റെ പടക്കപ്പലുകൾക്ക് നേരെ വലിയ ഭീഷണി ഉണ്ടായപ്പോൾ ഒരു പടക്കപ്പലിന് ഇന്ത്യ കൊച്ചിയിൽ അഭയം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഇറാനുമായി അവശ്യ ഘട്ടങ്ങളിൽ എല്ലാവിധ സഹായവും കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഇറാന്റെ എണ്ണ പോലും വാങ്ങാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള സഹകരണം നടത്തുന്ന ഒരു രാജ്യം, യുദ്ധത്തെ പക്ഷേ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സഹകരണം ഉള്ള ഒരു രാജ്യം, സുഹൃത്ത് രാജ്യം എന്ന് ഇറാൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മണ്ടത്തരം തന്നെയാണ്. അത് നേരത്തെ നമുക്കറിയാമല്ലോ, ഈ അമേരിക്ക ശക്തമായ ബോംബിംഗ് നടത്തുമ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് എവിടേക്കാണ്? ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അപ്പം മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയും ഇറാൻ നഷ്ടപ്പെടുത്തി. ഏതാണ്ട് അങ്ങനെയുള്ള ഒരു മണ്ടത്തരമാണ് ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു സ്പേസും ഇന്ത്യയുടെ ഒരു വ്യോമത്താവളമോ അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രമോ ഒന്നും തന്നെ ഇറാനെ ആക്രമിക്കാനായി അമേരിക്കയ്ക്ക് ഇന്ത്യ അനുവദിച്ചു കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യൻ കപ്പലുകളെ, വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരമാണ്. അത് ഇറാൻ ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഇത് ഇറാൻ കരുതിക്കൂട്ടി ചെയ്തതായിരിക്കില്ല. കാരണം എങ്ങനെയാണെങ്കിലും ഒരു നയതന്ത്ര കരാറിന്റെ ലംഘനമാണല്ലോ ഇവിടെ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ അമർഷം അറിയിച്ചിട്ടുണ്ട്. ആ ഒരു അമർഷത്തിലൂടെ ഇത് സോൾവ് ആകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കാനുള്ള എന്തെങ്കിലും സ്കോപ്പ് ഇവിടെ ഉണ്ടോ? അല്ല, ഈ കപ്പലുകൾക്ക് വലിയ കേടുപാടുകളൊന്നും ഈ ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല, വെടിവെപ്പ് കൊണ്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇറാൻ പറയുന്നത് ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടുമ്പോഴും കൃത്യമായി ഇറാന്റെ സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് ഇറാൻ പറയുന്ന പാതയിലൂടെയൊക്കെയാണ് വരുന്നത്. അത് ഇന്ത്യൻ നേവിയുടെ ഒരു സുരക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇറാനുമായി പരമാവധി സഹകരിച്ചു പോകുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം നടന്നപ്പോൾ തീർച്ചയായും ഇന്ത്യ ഇനി ശക്തമായി തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ വിവിധ മന്ത്രാലയങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെ എണ്ണം ശേഖരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കേണ്ട കപ്പലുകളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിന് പടിഞ്ഞാറും ഹോർമൂസ് കടലിടുക്കിന് കിഴക്കും ഇന്ത്യയുടെ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതുവരെ ഏതാണ്ട് 10ഓളം കപ്പലുകൾ മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. 13ഓളം കപ്പലുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യ അതിവേഗം തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള നാവികരെയും ഇന്ത്യൻ ഫ്ലാഗഡ് ആയിട്ടുള്ള കപ്പലുകളെയും ഉടൻ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം. ഇപ്പൊ ഒരു സന്ദേശം പുറത്തു വരുന്നത്, പോകാൻ അനുമതി നൽകിയ നിങ്ങൾ തന്നെ ഞങ്ങളെ ആക്രമിക്കുകയാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു കോൺവെർസേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നാണോ വ്യക്തമാകുന്നത്? അതായത് ഈ പറയുന്നത് പോലെ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ ഈ കരാറൊക്കെ ആണെങ്കിലും, ഒരു വിശ്വാസം, ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്താണല്ലോ ഇത്തരമൊരു യാത്രയൊക്കെ. അപ്പോൾ ഇത് ലംഘിക്കപ്പെടുമ്പോൾ ഇനിയൊരു ആ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ രാജ്യങ്ങൾ തമ്മിൽ? ഇല്ല, തീർച്ചയായും അതൊരു നയതന്ത്ര ബന്ധത്തിലൊരു വിള്ളൽ വീഴ്ത്തും. പക്ഷേ ഇവിടെ ഇന്ത്യ പറഞ്ഞത് ശരിയാണ്, ഇന്ത്യയുടെ ചോദ്യം ശരിയാണ്. പക്ഷെ അതിനൊരു മറുപടി ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇറാന്റെ ഈ സൈനിക നടപടികളെല്ലാം തന്നെ നടത്തുന്നതിൽ വലിയ വലിയ പാകപ്പിഴകളുണ്ട്. കാരണം ഇറാനിന്റെ അഭിപ്രായ വ്യത്യാസം, ഇറാന്റെ ഉള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇറാൻ പ്രസിഡന്റ് പറയുന്നതല്ല ഇറാന്റെ സൈന്യം പറയുന്നത്. ഇങ്ങനെ IRGCയുടെ ഒരു ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമൊക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ അതായിരിക്കാം ഒരു പ്രശ്നം. കാരണം തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുമതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് വെടിവെയ്പ്പ് നടത്തിയതായിരിക്കാം. മാത്രമല്ല ഇന്ത്യയുടെ ഒരു ഇടപെടൽ, നേരിട്ട് ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. കാരണം ശക്തമായ സാന്നിധ്യം തന്നെ അവിടെ ഉണ്ട്. കാരണം ഈ കപ്പലുകളെ സുരക്ഷിതമായി കൊണ്ടുവരണമല്ലോ, അതിനുവേണ്ടിയുണ്ട്. പക്ഷേ ഇത് മറ്റേതെങ്കിലും തരത്തിൽ ഈ അവിടെ ഒരു ഇടപെടൽ ഉടനെ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. കാരണം ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തന്നെ IRGCയുടെ ഒരു സംരക്ഷണ അല്ലെങ്കിൽ IRGCയുടെ ഒരു തടവിലാണ്. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് അമേരിക്കയുടെ കപ്പൽപ്പടയുണ്ട്. അവർ ഇറാന്റെ തുറമുഖങ്ങളെ ഉപരോധിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇന്ത്യ കൂടി അവിടെ ഒരു സൈനികമായ ഇടപെടൽ നടത്തുന്നത് ഒരു പക്ഷേ സാധിക്കാത്തത് കൊണ്ടല്ല, തൽക്കാലം അതിനുള്ള സാഹചര്യമില്ല. 2 കപ്പലുകൾക്ക് നേരെ വെടിവെയ്പ്പ് ഉണ്ടായിട്ടുണ്ട്. 2 കപ്പലുകൾ തിരികെ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം 10ാമത്തെ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആശങ്കപ്പെടേണ്ടതില്ല. ഇല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളെ ബാധിക്കുന്നത് ഈ പറയുന്ന പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങളും ബ്ലോക്കായി കിടക്കുന്നു എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് കുറച്ച് ദിവസം
ദിവസം അടച്ചിടുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് അടുക്കള വരെ അതെത്തി എന്നുള്ള തരത്തിലായിരുന്നല്ലോ കാര്യങ്ങൾ. ഇപ്പോഴാണ് ആ പ്രശ്നങ്ങളൊന്ന് സോൾവ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ വീണ്ടും ഇന്നിപ്പോൾ കടലെടുക്ക് അടച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രതിസന്ധി, ഇന്ധന ലഭ്യത അടക്കം കുറയാനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം വെറും ഈ 24 മണിക്കൂർ മാത്രമാണ് തുറന്നത്. അപ്പോഴേക്കും പരമാവധി രാജ്യങ്ങൾ അവിടെ നിന്ന് കപ്പലുകൾ മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ ഇതിന് വളരെയധികം വേഗതയിൽ മാറ്റാനും ആവില്ല. കാരണം ഇറാന്റെ മൈനുകൾ അവിടെ വലിയ പ്രതിസന്ധിയിലാണ്. ഇറാൻ പറയുന്ന പാതയിലൂടെ ഇറാന്റെ തീരത്ത് കൂടി ചേർന്ന് പോകണം എന്നാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഇറാന്റെ കർശനമായ പരിശോധനകൾക്കൊക്കെ ശേഷമാണ് ഓരോ കപ്പലുകളും പുറത്തു വരുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ആശങ്കയുണ്ടാകുന്നത് LPG-യിലാണ്. LPG ശേഖരിച്ച് വെക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. വലിയ അളവിൽ ശേഖരിച്ച് വെക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മറ്റ് മാർഗങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുക, പെട്രോളിയം ഡൈവേഴ്സിഫൈ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്കോളയിൽ നിന്ന് വരെ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇതിനെ ബാധിക്കുന്നില്ല. ഒരിടത്തില്ല എങ്കിൽ മറ്റൊരു ഭാഗത്ത് നിന്ന് വാങ്ങാൻ സാധിക്കും. പക്ഷേ LPG പൂർണ്ണമായും LPG-യുടെ ഇറക്കുമതി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ്. ഇത് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അമേരിക്ക പോലെയുള്ള, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ പടുകൂറ്റൻ കപ്പൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ തുറമുഖത്ത് LPG-യുമായി വരികയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊക്കെ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. കാരണം ഈ ഒരു വൻ സപ്ലൈ ആണ് ഈ പറയുന്ന ഗൾഫ് മേഖലയിൽ നിന്ന് LPG-യുടെ ഉള്ളത്. അത് വരാതെയാകുമ്പോൾ വിലയിലുണ്ടാകുന്ന വ്യത്യാസം അത് ഭയാനകമാണ്. അപ്പോൾ അത്തരം ആശങ്കകൾ ഇന്ത്യക്ക് ഉണ്ട്. തൽക്കാലം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ പെട്രോളിയത്തിന്റെ പേരിൽ, ക്രൂഡ് ഓയിലിന്റെ പേരിൽ ആശങ്കയില്ല. പക്ഷേ LPG-യുടെ പേരിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. അത് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ആശങ്ക. മറ്റൊരു കാര്യമുള്ളത്, ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പ്രവാസികളുടെ ആ ഒരു പണമാണല്ലോ. ആ പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു എന്ന് നിലവിൽ വലിയ തോതിലുള്ള ഒരു ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത്. അതിനിയും വർദ്ധിക്കാനല്ലേ സാധ്യത? അതായത് പ്രവാസികളിൽ നിന്നുള്ള ആ ഒരു പണം അത് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? അല്ല, രാജ്യത്തിന്റെ വരുമാനം അല്ല, പക്ഷെ കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ അത് ബാധിക്കും. പക്ഷേ ഇത്രയും ആളുകൾ തിരിച്ചു വരുന്നു എന്നുള്ളത് തീർച്ചയായും അത് രാജ്യത്തിന്റെ ഒരു വലിയ പ്രശ്നമായി മാറും. പക്ഷെ സംഘർഷം ഇപ്പോൾ ഇല്ല എന്നുള്ളത് തൽക്കാലം ആശ്വസിക്കാം. പക്ഷേ സംഘർഷ സാധ്യത ഈ വരുന്ന 22-ാം തീയതി, 22 വരെയാണല്ലോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വെടിനിർത്തലിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന 22-ാം തീയതിക്കകം ഒരു കരാറിൽ ഏർപ്പെടണം എന്നാണ് അമേരിക്കയുടെ ആവശ്യം. കരാർ പ്രധാനമായും മുടക്കി നിൽക്കുന്നത് 3 കാര്യങ്ങളിലാണ്. ഇറാന് ആണവ സമ്പുഷ്ടീകരണ അധികാരം നൽകുന്നതിൽ, ഹോർമൂസ് കടലിടുക്ക് ഇറാന് നൽകുന്നതിൽ, നഷ്ടപരിഹാരം നൽകുന്നത്. ഈ 3 കാര്യങ്ങളിലും ഒരു തീരുമാനമാവുക എന്നുള്ളതാണ്. ആ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. അതിൽ എത്തുകയും ഇരു രാജ്യങ്ങൾക്കും, അമേരിക്കയ്ക്ക് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അമേരിക്ക യുദ്ധം നിർത്തുമ്പോൾ ഇറാൻ വിജയിച്ചു എന്ന് വരുന്നു. അതാണ് അവരെ തടയുന്നത്. അപ്പോൾ അങ്ങനെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞാൽ ഒരു പക്ഷേ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ യുദ്ധം അവസാനിച്ചു എന്ന വാർത്ത കേട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ വെടിനിർത്തലൊന്നും നമ്മൾ ഒരിക്കലും, കാരണം വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നതാണ് ഇത് താൽക്കാലികമാണ്, എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മറിയാം. പക്ഷെ അന്തിമമായി യുദ്ധം അവസാനിച്ചാൽ മാത്രമേ നമുക്ക് ഈ രംഗത്തെ ആശങ്ക ഇല്ലാതാക്കാൻ സാധിക്കൂ.